ആര് ഈ പാതിരാത്രി കഥ വിളിക്കുന്നത്? ഉറക്കും പോയി നല്ലേ. ആരാന്ന് നോക്കി നോക്കട്ടെ. ഓക്കെ, മൈക്കിളാണല്ലോ. എന്താണാവുക? ഹലോ മൈക്കിളെ, എന്താടാ കുഴപ്പം? ഇവിടെ പെട്ടെന്ന് വീട്ടിലേക്ക് പോകണോ? പെട്ടെന്ന് പോകണോ? എന്താടാ പ്രശ്നം? ഒരു കൊന്നിട്ട് പോകണോ? പെട്ടെന്ന് ഇങ്ങോട്ട് പോവാ. ഓക്കെ, ഞാൻ അപ്പം തന്നെ വരാം. ഓക്കെ ഗൈസ്, നമ്മൾ മൈക്കിൾ വിളിച്ചിട്ട് എന്തോ അത്യാവശ്യമായി വീട്ടിൽ വരാൻ പറഞ്ഞിരുന്നു ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോവാ ഗൈസ്. നമുക്ക് ഷിൻചാനെ പറഞ്ഞിട്ട് പോവാ ഗൈസ്. അല്ലെങ്കിൽ ഇപ്പം ഇവിടെ കടന്ന് പേടിച്ചു. അതെ ഷിൻചാനെ, ഞാൻ മൈക്കിളിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് കേട്ടോ. മൈക്കിളൊന്ന് അത്യാവശ്യ കാര്യം എന്ത് പറഞ്ഞോട്ടെ. ഞാൻ എന്താ ഒന്ന് പോയി നോക്കി നോക്കട്ടെ ചോടാ. ഫെങ്കി ബൈക്ക് ഇവിടെ പിക്കപ്പ് പേടിയോ? ഫെങ്കി ബൈ ഇനിയും പേടിയും കൊണ്ട് ഫെങ്കി ബൈ. എടാ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇപ്പം തന്നെ വരച്ച് ഇവിടെ നിൽക്ക്. ഓക്കെ ഫെങ്കി ബൈ എന്നാ ഈ ഗൈസ്. നമ്മളെ ഷിൻചാനെ പറഞ്ഞ് സമ്മതിപ്പിച്ചത് എന്താ ഗൈസ്? എന്തായാലും നമുക്ക് നമ്മളെ വണ്ടി എടുത്ത് നേരെ നമുക്ക് നമ്മളെ മൈക്കിളിൻ്റെ വീട്ടിലേക്ക് പോവാം ഗൈസ്. എന്തോ ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞു, നമുക്ക് നേരെ പോവാം. ഫെങ്കി ബൈ പോയിക്കൊണ്ട് നിൽക്കുമ്പോഴാണെങ്കിൽ പേടിയാവുന്നില്ല. എന്തായാലും പോയി കിടന്നേക്കാം. എന്തായാലും ഞാൻ കുറച്ചൊന്ന് വിശ്രമിക്കട്ടെ. അങ്ങനെ ഒരു വിധം ഞാൻ ആ വീട് കണ്ടെത്തിയിരിക്കുന്നു. ഇവിടെയാണ് ആ ഷിൻചാനും ഫ്രാങ്ക്ലിനും ഉള്ളത്. എടാ ഷിൻചാനെ, നിന്റെ കാര്യത്തിലൊരു തീരുമാനമായടാ. എടാ ഷിൻചാനെ, ഇത് അയാളല്ലേ എന്നെ ലൂസിഫറാക്കിയ ആള്? എന്താണ് എന്തിനാ പിന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? നിനക്കൊന്നും അറിയത്തില്ലേ? നീയല്ലടാ ലൂസിഫറിനെ കൊന്നത്. ഇതിനുള്ള പ്രതികാരമായി ഞാൻ നിനക്കൊരു ശിക്ഷ തരും. നീ ഗോസ്റ്റ് വേൾഡിൽ കഴിഞ്ഞാൽ മതി. അയ്യോ, അങ്ങനെ ചെയ്യരുത്. ഞാൻ പാവാണ്, ഇനി അങ്ങനെ ചെയ്യരുത്. ജീം ബൂം ഭാ. അയ്യോ, അങ്ങനെ അവൻ പോയിട്ടുണ്ട്. ഇനി അവനെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ഇനി അവനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഗായ്സ്, അങ്ങനെ നമ്മളെ മൈക്കിളിൻ്റെ വീട്ടിലൊക്കെ പോയി വന്നിട്ടുണ്ട് ഗായ്സ്. തിരിച്ച് ഷിൻചാനാണെങ്കിൽ വീട്ടിൽ ഒറ്റക്കാണ് ഗായ്സ്. നമ്മൾ ഷിൻചാനോട് പറഞ്ഞു നേരത്തെ വരാമെന്നാണ് പറഞ്ഞത് ഗായ്സ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയത് ഔട്ട്. കുറച്ചല്ല ഗായ്സ്, കുറേ നേരമായി ലേറ്റ് ആയത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്ത് ഇങ്ങനെ പോയേക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് എന്താണ് നമുക്ക് നേരെ ഷിൻചാനത്ത് പോയേക്കാം. ഷിൻചാനെ ഇവിടെ നിന്ന് കാണാമല്ലോ ഗൈസ്. ചെക്കൻ പറയാനല്ലോ. ചിലപ്പോൾ മുകളിലുണ്ടാവും ഗൈസ്, പറയാൻ പറ്റൂല. വർക്കൗട്ടും കാലമൊക്കെ ചെയ്യുന്നുണ്ടാവും. ഷിൻചാനെ ഇവിടെ ഇല്ലേ? അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഡോറിമോനും എന്താ മറ്റേ നൊബിതാൻ്റെ വീട്ടിലുണ്ടാവും. നമുക്ക് അതല്ലേ പോവാ. എടാ ഫ്രാങ്ക്ലിനെ, നീഞ്ച ഷിൻചാനെ എനിക്ക് തിരിച്ചു കിട്ടില്ല. ഇത് അയാളല്ലേ ഷിൻചാനെ ലൂസിഫറാക്കിയ ആള്? ഇയാളെന്താ വീണ്ടും? നിനക്കിനി ഒരിക്കലും ഷിൻചാനെ തിരിച്ചു കിട്ടില്ല. എന്താണ് നിങ്ങൾ പറയുന്നത്? അയാൾ കാണാനല്ലോ, അയാളെങ്ങോട്ട് പോയത്? അയ്യോ, നമ്മളെ ഷിൻചാന് അയാളെങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയി പറയുന്നത്. നമ്മളെ ഷിൻചാൻ എന്ത് ചെയ്യുന്ന അറിയില്ല ഗൈസ്. അയാൾ നമുക്ക് എന്ത് വില കൊടുത്ത് നമ്മളെ ഷിൻചാനെ രക്ഷിക്കണം ഗൈസ്. എന്തിനീ കാട്ട് ഗൈസ്? ട്രെയിൻ ട്രാവൽ വാച്ച് എടുക്കുകയാണെങ്കിൽ ഷിൻചാൻ എവിടെ നമുക്ക് അറിയില്ല ഗൈസ്. അറിഞ്ഞാലും നമുക്ക് അങ്ങനെ ട്രെയിൻ ട്രാവൽ ചെയ്യാൻ പോകാനും പറ്റുക. ഇപ്പോൾ എന്താ ചെയ്യുക ഗൈസ്? ഓക്കെ ഗൈസ്, നമുക്കൊരു അറിയുന്നൊരു സ്വാമിജി ഉണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോയേക്കുക. ഓക്കെ ഗൈസ്, നമുക്ക് അയാൾ വല്ല പരിഹാരം പറഞ്ഞു തരും ഗൈസ്. നമുക്ക് പോവാം. ഞാൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് ഏത് സ്ഥലം? ഇവിടെ കുറേ ശവക്കലറുകൾ എന്തായാലോ. എന്താ ഈ മരമൊക്കെ കണ്ടിട്ടുള്ള പേടിയാണ്. കുറേ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അയ്യോ, ഇതൊക്കെ ആരൊക്കെ കള്ളരാണ്? ആണെങ്കിൽ ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയതുമാണ്. ഇതിപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? കണ്ടിട്ടുള്ള പേടിയാവണം. അവിടെ ഒരു വീട് കാണുന്നുണ്ടല്ലോ. ആ വീട്ടിലേക്ക് പോയി നോക്കിയേക്കുക. അവിടെ അറിവുണ്ടെങ്കിൽ നമുക്ക് അയാളോട് ഹെൽപ്പ് ചോദിച്ചു നോക്കാം. ഓക്കെ, ഈ വീട്ടിലേക്കൊന്ന് ഞാൻ കയറി നോക്കട്ടെ. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നും കാണാമല്ലോ. ചിലപ്പോൾ അകത്തുണ്ടാവും. ഇവിടെ ഒന്നും ഇല്ലല്ലോ. എന്തൊരു ശബ്ദം കേട്ടല്ലോ. എന്തത്? അയ്യോ തന്നെ സാധ്യം. അയ്യോ ഫാങ്കി ബൈ, രക്ഷിക്കുക ഫാങ്കി ബൈ. അയ്യോ, എൻ്റെ പ്രേതം കടിച്ച വരുന്നേ ഫാങ്കി ബൈ. നമ്മൾ ആ സ്വാമിജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ വണ്ടി ഇവിടെ ഒഴുക്കിങ്ങാണ്ട് നമുക്ക് നേരെ നമ്മുടെ സ്വാമിജിനോട് പറയാം. സ്വാമിജി അപ്പോൾ ഷിൻചാനെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമോ? എടോ ഫ്രാങ്ക്ലിനെ, ഷിൻചാനെ രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നില്ല. കാരണം അവളിപ്പോൾ ഗോസ്റ്റ് വേൾഡിലാണ്. എന്ത് ഗോസ്റ്റ് വേൾഡോ? അതേത് സ്ഥലം? അവിടെ ആത്മാവുകൾക്കും ഗോസ്റ്റിനും മാത്രമേ ഉള്ളൂ പ്രവേശനം. നിനക്കൊന്നും അവിടെ പ്രവേശനമില്ല, കാരണം നീ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഷിൻചാനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നത്? രക്ഷിക്കാൻ പറ്റും, കാരണം നിൻ്റെ ആത്മാവിനെ ഞാൻ ഇങ്ങോട്ടെടുക്കും. എന്നിട്ട് നിനക്കൊരു വാച്ച് തരും. ആ വാച്ചിൻ്റെ സമയം കഴിയുന്നതിൻ്റെ ഉള്ളിൽ ഇവർക്ക് തിരിച്ചു വരണം. ആ ഗോസ്റ്റിലേക്ക് നിന്നെ ഞാൻ വിടാൻ പോവുകയാണ്. എന്നാൽ പെട്ടെന്ന് ഞാൻ ഗോസ്റ്റ് വേൾഡിലേക്ക് വിട്. ഓക്കെ, എന്നാൽ ഞാൻ പെട്ടെന്ന് വിടാം നിന്നെ. ജീം ബൂം ബാ.
ഓ ഗൈസ് നമ്മൾ ഫൈനലി നമ്മളെ ഗോസ്റ്റ് വേൾഡിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മളെ ഷിൻജാനെ നമുക്ക് തപ്പാ ഗൈസ്. നമുക്ക് നമ്മുടെ ഷിൻജാനെ കൂടെ നമുക്കിത് നോക്കിയോ ഗൈസ്. ഇവിടെ കണ്ടിട്ട് തന്നെ മൊത്തത്തിൽ പേടിയാകുന്നുണ്ട് ഗൈസ്. അയ്യോ ഫെങ്കി ബൈ രക്ഷിക്ക്, ഫെങ്കി ബൈ, അയ്യോ ഫെങ്കി ബൈ രക്ഷിക്ക്. ഹേ ഗൈസ് നമ്മൾ ഷിൻജാനെ സൗണ്ടല്ലേ കേട്ടത്. എടാ ഷിൻജാനെ, എടാ ഷിൻജാനെ, എടാ ഷിൻജാനെ നീ എന്താണ് പറഞ്ഞത് കാട്ടുന്നത്? നിനക്ക് പറ്റിയിട്ടില്ലല്ലോ ഒന്നും. ഫെങ്കി ബൈ ഞാൻ ലൂസിഫറിൻ്റെ ആളിഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി. എടാ അതൊക്കെ ഞാൻ അറിഞ്ഞു. നമുക്കിനി പറഞ്ഞാൽ എന്തായാലും പോകണം. ഫെങ്കി ബൈ ഞാൻ ഒരു പ്രേതത്തെയും കുറിച്ച്. ഫെങ്കി ബൈ പ്രേതോ എവിടെടാ? എടാ വീട്ടിലെ ഫെങ്കി ബൈ. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിയോട്ടെ. ഫെങ്കി ബൈ വേണ്ട, എടാ നിൽക്ക് ഞാൻ പോയോക്കിയോട്ടെ. ഓക്കെ ഓക്കെ ഗൈസ് നമുക്ക് എന്തായാലും ആ വീട്ടിൽ നമ്മളെ ഷിൻജാൻ പ്രേതം എന്തൊക്കെ പറയുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കി നോക്കാം ഗൈസ്. ഓക്കെ നമുക്കതിൽ അവിടെ പ്രേതം നമുക്ക് നോക്കി നോക്കണമല്ലോ ഗൈസ്. ഓക്കെ ഓക്കെ നമുക്കതിൽ പോയി. ഓ ഇത് ഏതാ വീട് ഗൈസ്? കണ്ടിട്ട് തന്നെ പേടിയാവുണ്ടല്ലോ ഗൈസ്. നമുക്കെന്തായാലും നേരെ അതിൻ്റെ അകത്തേക്ക് കയറാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ് ഇവിടെ ഒരു പ്രേതത്തിൽ കാണാനല്ലോ ഗൈസ്. നമ്മളെ ഷിൻജാൻ വട്ടാല തോന്നുന്നത് ഗൈസ്. ഇവിടെ ഒരു പ്രേതത്തി എന്തത്? അയ്യോ പ്രേതം, അയ്യോ ഗൈസ് നമ്മൾ ഷിൻജാൻ പറഞ്ഞ ശരിയാണല്ലോ. അയ്യോ മണ്ടിക്കോ അല്ലാ എൻ്റെ പഠിച്ചോടെ കാത്തോളിയും. എടാ ഷിൻജാനെ, എടാ ഷിൻജാനെ, എൻ്റെ ഫെങ്കി ബൈ, എടാ ഷിൻജാനെ പെട്ടെന്ന് നമുക്ക് പോവാൻ പ്രേതം. ഓക്കെ ഫെങ്കി ബൈ. ഓ ഗൈസ് അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സ്വാമിജി സ്വാമിജി താങ്ക് യു സ്വാമിജി. ശരി ഞാൻ എന്തായാലും ഇനി ഇവിടുന്ന് പോവുകയാണ്. ഓക്കെ സ്വാമിജി ഞാൻ പോവാ. ശരി ഓക്കെ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ ചീൻ്റെ നമുക്ക് തിരിച്ചു ചെയ്യുന്നുണ്ട്. അടുത്ത ലൈക്കിട്ട് നമ്മളെ കുറച്ച് എല്ലാവർക്കും ബൈ ബൈ.